ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, മരുഭൂവിൽ നിന്നെനിക്കു ജീവജലം തന്നെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏകനായി നിന്ദ്യനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ, സ്വന്ത നാട്ടിൽ ചേർത്തുകൊള്ളാം എന്നുരച്ച നാഥനെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്നു പാടും ദൂതർ മധ്യേ ആർത്തുപാടും ശുദ്ധരും. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Glory to the Father, glory to the Son, glory to the Holy Spirit. The Father, the Son, the Holy Spirit have mercy on us. Thank you, Father. Thank you, Jesus. Thank you, Holy Spirit. ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 6-7 തിരുവചനങ്ങളിൽ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, എല്ലാ കാര്യങ്ങളിലും അപേക്ഷയിലൂടെയും പ്രാർത്ഥനയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകള് ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും യേശു ക്രിസ്തുവില് കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹായിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് ജീവിതത്തിലെ കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും താഴ്ചകളിലും വീഴ്ചകളിലും കുറ്റപ്പെടുത്തലുകളിലും ഒറ്റപ്പെടുത്തലുകളിലും നാം ആകുലചിത്തരാകേണ്ട കാര്യമില്ല. നമ്മുടെ നാഥനും രക്ഷകനുമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ആശ്രയിക്കുക. പുതിയ നിയമം ഞാനും നിങ്ങളും വായിച്ച് ധ്യാനിച്ചാൽ നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ശ്ലീഹ പറഞ്ഞത്, ഡോണ്ട് ബി ആൻഷ്യസ് അബൌട്ട് എനിത്തിങ് ബട്ട് ഇൻ എവരിതിങ് ബൈ പ്രേയർ ആൻഡ് പെറ്റീഷൻ with thanksgiving present your request to God, and the peace of God which transcends all understanding will guard your hearts and your minds in Christ Jesus. Praise the Lord. പൗലോസ് ശ്ലീഹ തന്നെ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ തിരുവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട
എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെസ്, ഗോഡ് ഈസ് ഏബിൾ ടു മേക്ക് all grace abound to you, so that in all things, at all times, having all that you need, and you will abound in every good work. Praise the Lord. പഴയ നിയമത്തില് ഉൽപ്പത്തിയുടെ പുസ്തകത്തില് ദൈവം സൃഷ്ടികർമ്മമൊക്കെ നടത്തി മനുഷ്യന് ആവശ്യമായതെല്ലാം സമൃദ്ധമായിട്ട് നൽകി. എന്നാൽ പാപം വഴി ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയ അല്ലെങ്കിൽ ദൈവകോപത്തിന് ഇരയായ മാനവകുലത്തോട് പിതാവായ ദൈവം കാണിച്ച ഏറ്റവും വലിയ സ്നേഹമാണ്, അവർണ്ണനീയമായ ദാനമാണ് നമ്മുടെ നാഥനും രക്ഷകനുമായ യേശു ക്രിസ്തു. അപ്പോസ്തല പ്രവർത്തനം 16:31 ദൈവത്തിന്റെ വചനം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: കർത്താവായ യേശുവില് നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Believe in the Lord Jesus and you will be saved, you and your household. Praise the Lord. Hallelujah. പ്രിയപ്പെട്ട ദൈവജനമേ, സുവിശേഷങ്ങൾ ഞാനും നിങ്ങളും വായിച്ച് ധ്യാനിക്കുമ്പോൾ മത്തായി സുവിശേഷത്തിന്റെ 21 അധ്യായത്തിന്റെ 22 തിരുവചനത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്, വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇഫ് യു ബിലീവ് യു വിൽ റിസീവ് വാട്ട് എവർ യു ആസ്ക് ഫോർ ഇൻ പ്രേയർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷത്തില് 11 അധ്യായത്തിന്റെ 24 തിരുവചനത്തില് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഐ ടെൽ യു, വാട്ട് എവർ യു ആസ്ക് ഫോർ ഇൻ പ്രേയർ, ബിലീവ് ദാറ്റ് യു ഹാവ് റിസീവ്ഡ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൺ യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷത്തില് 11 അധ്യായത്തിന്റെ 9 തിരുവചനത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, ഐ ടെൽ യു, ആസ്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൺ യു, seek and you will find, knock and the door will be open to you. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 14 തിരുവചനത്തില് അരിമനാഥൻ നമുക്ക് വലിയൊരു വാഗ്ദാനം നൽകുകയാണ്. നിങ്ങൾ എൻ്റെ നാമത്തില് എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരും. You may ask me for anything in my name and I will do it. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, മത്തായി സുവിശേഷം 24:35 മർക്കോസിന്റെ സുവിശേഷം 13:31 അതുപോലെ ലൂക്കായുടെ സുവിശേഷം 21:33 ഒരേ കാര്യം തന്നെ വിശുദ്ധ ബൈബിള് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. യെസ്, ഹെവൻ ആൻഡ് എർത്ത് വിൽ പാസ് അവേ ബട്ട് മൈ വേർഡ്സ് വിൽ നെവർ പാസ് അവേ. അപ്പം വാക്കുമാറാത്തവനും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനുമാണ് നമ്മുടെ ദൈവമെന്ന് ഇവിടെ എല്ലാം ഈ തിരുവചനങ്ങളിലൂടെ എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 1 മാർപ്പാപ്പ തന്റെ 1 ലേഖനത്തില്, അതായത് പത്രോസിന്റെ 1 ലേഖനത്തിന്റെ 1 അധ്യായത്തിന്റെ 25 തിരുവചനത്തിലും ഈ കാര്യം തന്നെ വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ, കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു ദൈവ പൈതൽ, ഒരു ദൈവവിശ്വാസി എന്ത് ചെയ്യണമെന്ന് ബൈബിള് നമ്മെ പഠിപ്പിക്കുന്ന ഭാഗമാണ്. സങ്കീർത്തനങ്ങള് അതിൻ്റെ 107 അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവ് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി എന്ന ആ വലിയ സത്യത്തെ.
പ്രഭാഷകന്റെ പുസ്തകം 42:15 നമുക്കിതിന്റെ ഇണവചനം കാണാം. ഞാനിപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികൾ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തെക്കുറിച്ച് വളരെ നല്ല ഒരു നിർവചനമുണ്ട്. ആദിയില് വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പം വചനം മാംസം ധരിച്ചു. നമ്മുടെയൊക്കെ വീടുകളിലെ സന്ധ്യാപ്രാർത്ഥനകളിൽ നമ്മൾ കർത്താവിന്റെ മാലാഖ ചെല്ലുമ്പോൾ, ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതും വചനം മാംസം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വചനം മാംസം ധരിച്ച് ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ നാഥനും രക്ഷകനുമായ ദൈവം വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ വാഗ്ദാനം ജോഷുവയുടെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ തിരുവചനത്തിലുണ്ട്. നീ ശക്തനായിരിക്കണം, നീ ധീരനായിരിക്കണം, നീ ഭയപ്പെടാൻ പാടില്ല, നീ പരിഭ്രമിക്കാൻ പാടില്ല. കാരണമുണ്ട്, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെയുണ്ട്. അപ്പൊ നാം പോകുന്നിടത്തെല്ലാം നമ്മോട് കൂടെയുള്ള ഒരു ദൈവം. പഴയ നിയമത്തില് നമ്മുടെ കർത്താവ് പറഞ്ഞ വാഗ്ദാനം പുതിയ നിയമത്തിലും പാലിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 28-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ തിരുവചനത്തില് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മോട് കൂടെ ഉണ്ടായിരിക്കുന്ന ഒരു ദൈവം, നാം എവിടെയായിരിക്കുന്നു അവിടെ നമ്മുടെ കൂടെയുള്ള ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, പ്രാപിക്കുക. ഈ വചനത്തിന്റെ പൂർത്തീകരണം, ഈ വചനത്തിന്റെ ആ അഭിഷേകം, ഈ വചനത്തിലൂടെ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നാഥനും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ വലിയ കൃപയും നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി.